ഹലോ, അങ്ങനെ ഈ വട്ടം നാട്ടിൽ പോകാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. പ്രത്യേകിച്ച് അവൾ ഒരുപാട് എക്സൈറ്റഡാണ്. ബിക്കോസ് അവളുടെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് തവണയായി. അങ്ങനെ അവിടെ ചെന്നു ഞങ്ങൾ ഔട്ട്ഫിറ്റൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. കുറേ നേരത്തെ വെയിറ്റിംഗ് ഉണ്ട്. ബിക്കോസ് ഞങ്ങൾ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഇവിടുന്ന് നേരെ മസ്കറ്റ്, അവിടെ നിന്ന് നേരെ കൊച്ചി. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. വലിയ കാര്യത്തിൽ എനിക്ക് കറക്റ്റ് വിൻഡോ സീറ്റൊക്കെ കിട്ടി കഴിച്ചു. അവർക്ക് അവിടെ ഞാനും അവളോട് അടിവരെ ഉണ്ടാക്കി. അവൾക്ക് സി അല്ലേ, എനിക്ക് എ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സി വിൻഡോ സീറ്റ് ഉള്ള കറക്റ്റ് വിൻഡോ സീറ്റ് കിട്ടുകയും ചെയ്തു. ബാക്കി എല്ലാവർക്കും എന്റെ വിൻഡോ കാണണ്ടേ. അവിടെ എല്ലാവർക്കും അവിടെ വിൻഡോ ഉണ്ട്, പുറകിലും വിൻഡോ ഉണ്ട്. എനിക്ക് ചിരിച്ച് ചിരിച്ച് പണ്ടൊക്കെ ഇരുന്ന് കരയിരുന്നെന്ന് കണ്ടോ. എന്തിനാന്നറിയോ, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതിന് സന്തോഷം. വേറൊരുത്തി അവിടെ പോയി പാട്ടി. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേക്കും എന്തോ ഒരു ചിക്കൻ്റെ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ അഞ്ജലിയുടെ ബർത്ത്ഡേ ആണ്. എന്തോ പറഞ്ഞു ഇതാണോ ഇത്, ഇവിടെ കഴിഞ്ഞ് ഇത് ഇങ്ങോട്ടല്ലേ പോട്ടെ, ഇങ്ങോട്ടാണ് പോട്ടെ. ഇത് വെള്ളത്തിലൊരു ചാടുക. അവൻ വലിച്ചു നീട്ടി ഇതിന്റെ കൂടെ ഞാൻ പോകുന്നു. ഞങ്ങൾക്ക് ഇനി കയറാണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകേണ്ടതായിരുന്നു. ഇപ്പൊ ഇത് പോകാനും പറ്റത്തില്ല. ഇവന്റെ പോണ് പെട്ടെന്ന് എത്തിക്കാനും പറഞ്ഞു. ചിലപ്പോൾ ഇനി തന്നെ കൊണ്ടുപോകാനായിരിക്കും കൊച്ചിയിൽ. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മസ്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറി. വിൻഡോ സീറ്റിന് അടി ഉണ്ടാക്കി അങ്ങനെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഫുഡ് കിട്ടി. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ഫ്രൂട്ട്സും ആ ബണ്ണും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വെജിൻ്റെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു കുഴഞ്ഞുപ്പുമാവനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കൊച്ചിയിലെത്തി. എത്തിയത് പാടെ അനിയത്തിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അമ്മ വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ടെൻഷനിലാണ്. അമ്മ എന്തേ നോക്കി ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഷോട്ടും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ലോങ് യാത്രയുണ്ട് വീട്ടിലെത്താൻ. അതിനിടയ്ക്ക് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആലപ്പുഴ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറി. ചോറും ആ മീഗ്രയെ കഴിച്ചപ്പോൾ സ്വർഗ്ഗം. പിന്നെ അവിടെ നിന്ന് വീണ്ടും കുറേ നേരത്തെ യാത്രയുണ്ട്. അങ്ങനെ ഒടുവിൽ ഞാൻ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാട്ടിലുള്ള വ്ളോഗ്സൊക്കെ കാണാം. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.